ഓ അങ്ങനെ ഗൈസ് ആദ്യമായിട്ടാണ് ഞാൻ കോയമ്പത്തൂർ നൈറ്റ് ഈ ഒരു ലേക്കിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര എന്തായാലും നൈസായിരുന്നു. പിന്നെ നല്ല റോഡും സൈഡൊക്കെ വളരെ നീറ്റായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ. എന്തായാലും ടേസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കട്ടെ. ഞാൻ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എന്തായാലും എടുക്കണം. ഞാനും ഇവിടെ ഇത്തരത്തിലുള്ള പൂവിൻ്റെ ഇല എന്തോന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനും ആദ്യമായിട്ടില്ല രാത്രി വരുന്ന കോയമ്പത്തൂർ ആണല്ലേ. ഞാനും സത്യം ഞാനും ഇതേ ഒരു ചെക്ക് ഓടി വെറുതെ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മൾ പറയുന്നത് നൈറ്റ് ഇറങ്ങണമെന്ന്. എന്താ ഇതിലൊന്നും കാണുന്നില്ല എന്നാ നീ എന്താ പറയണേ? അതാ കള്ളച്ചക്ക്. എങ്ങനെ എന്തിനാ വന്നു? ഇങ്ങനെ നടക്കുക, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, കുറെ കാഴ്ചകൾ കാണുക. എന്തിനാ പോയി? നമുക്ക് എന്നോട് ബാഗ് പിടിക്കാൻ ഉറപ്പിടിക്കാൻ ഞാൻ എടുക്കട്ടെ ഒരു മിനിറ്റ്. കളറല്ലേ അത്താണ് കാറ്. മറ്റേ സ്വിഫ്റ്റ് DSR അതിനെ മേടിച്ച് ചെയ്തിരിക്കുകയാണ്. എന്താ കളർ വണ്ടി? അപ്പുറം ഉണ്ട്. ഇത് ഈ പോർഷൻസ് നമുക്ക് അപ്പുറത്തുണ്ട്. ഇവിടെ വാഷ്റൂം ഒന്നും ഉക്കാറില്ല എല്ലാം ഉക്കാറില്ല. അങ്ങനെ രാത്രിയാണ് കോയമ്പത്തൂർ. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ കുറച്ച് നേരം വന്ന് ഇരിക്കുകയെന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഇത്രയും കാലത്തേക്ക് വന്നിട്ടുണ്ട് സിറ്റിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു ഇല്ല. ഞാനും അങ്ങനല്ല അങ്ങനെ വന്ന് രസമായിട്ട് നല്ല ഒരുപാട്. പിന്നെ കുറച്ച് അപ്പുറത്തും ഒരു ലൊക്കേഷൻ ഉണ്ട്, അങ്ങോട്ട് വന്ന് പോകണം. കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. പെരിന്തൽമണ്ണയിലൊക്കെ റോഡ് സൈഡിലുള്ള പോലെ കുറച്ചും കൂടി ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഫുൾ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വൈകുന്നേരം ഗോൾഡൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിക്കാനും ഫാമിലിയൊക്കെ ആകുമ്പോൾ ഇതേപോലെ കുറച്ച് നേരം അവിടെ കടന്ന് ചായ കുടിക്കുക, അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഇടാം. സംഭവത്തിൽ അടിപൊളിയായിരിക്കും. എങ്ങനെ പനീർ ഫിംഗേഴ്സ് എന്നാ ഉണ്ടാവും. അതിനെക്കാട്ടി നല്ല മൊമോസ്. അവർ മെനു ബ്രൗണി, ഡെസേർട്സ്, ട്രിപ്പിൾ ചോക്ലേറ്റ്, കബാബ്. അതൊക്കെ ഉള്ളല്ലേ. ഞാനും ആദ്യം കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ട്. എന്നായിരുന്നോ? സൂപ്പർ. വെറുതെ അല്ല അത് വേണം പറയണില്ലേ. എനിക്കും ചട്നി നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ പോയി അങ്ങനെ കയറി അങ്ങനെ വന്നു അല്ലേ. അടി കൂടെ പോകാൻ പറ്റില്ല. എന്താ തിരക്കില്ല ചുറ്റിന്ന് പറഞ്ഞ. കോയമ്പത്തൂർ നൈറ്റ് ഭയങ്കര ഇതാണല്ലേ. വന്നു കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ കേട്ടാ. വേണ്ടത് പോലെ ചെയ്തിട്ടുണ്ട്. ഇതിലല്ലേ മറ്റേ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ മറ്റേ നരഭോജിൻ്റെ ഇവൻ്റെ പടമില്ലേ, എന്താണ് ആ സോംബി മൂവി ജയൻ്റെ ഇവിടെ. അതിൽ ഈ റിങ്ങിലൂടെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മിരുത് കോയമ്പത്തൂർ ഇതിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല കോയമ്പത്തൂർക്ക് അവൻ മെഡിസിൻ കൊണ്ടിരില്ലേ. അങ്ങനെ ഉണ്ട്. നമുക്ക് നേരെ പോയാൽ നമ്മുടെ നാട്ടിലേക്ക്. എന്താണാവോലെ, എന്തിൻ്റെ ആണാവോലെ അത്? അത് വേറെ എന്താ സംഭവം? ഇതൊരു സ്ട്രീറ്റ് ആവണല്ലോ, അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റില്ലേ. 2-3-4 ഇതുണ്ടല്ലേ. വെള്ളം അവിടെയിൽ കുളത്തിന് ചുറ്റും ഒരു വൃത്തി ചെയ്യണ്ടല്ലോ അല്ലേ. ഓഹോ ശരി, എന്നാ പോവാം നമുക്ക് അല്ലേ. പൊള്ളാച്ചി, സേലം, പാലക്കാട്. നമ്മൾ പാലക്കാട് 44 കിലോമീറ്റർ അല്ലേ. വാളയാർ പോയതിന് ശേഷം ഞങ്ങൾ ക്ഷീണിച്ചു. ഞാനും വളരെ ക്ഷീണിച്ചു. ഞങ്ങൾ ഹൈവേൻ്റെ മുകളിൽ ഇങ്ങനെ നൈസ് താഴെ കണ്ടുകണി കേട്ടോ. ഹൈവേയുടെ മുകളിൽ നൈസ് പൊളി. ക്ഷീണിച്ചോ?